തിരുവനന്തപുരം ടെക്നോ പാർക്കിൻ്റെ ഈസ്റ്റ് ഗേറ്റിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ. ഈ കെട്ടിടത്തിൽ ടോട്ടലായിട്ട് 8 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂംസ് ആണുള്ളത്. ഇത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ 5 റൂംസ് നമ്മുടെ ടെക്നോ പാർക്കിലെ ആൾക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അതിൽ നിന്ന് ഏകദേശം 60,000 രൂപയോളം നിലവിൽ റെൻറ്റ് കിട്ടുന്നുണ്ട്. താഴത്തെ നിലയിലും നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇപ്പോൾ ഫാമിലി അവർ ഉടമ താമസിക്കുകയാണ്. അവിടെയും നമുക്ക് 3 ബെഡ്റൂംസ് ഉണ്ട്. അത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റെൻ്റൽ ഇൻകം കിട്ടാൻ ചാൻസ് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പെർ ഹെഡ് 6,000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. സിംഗിൾ റൂമായിട്ടൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10,000 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഫുൾ ഓക്കുപ്പൻസിയാണ്, എപ്പോഴും ഇവിടെ ഫുൾ ഓക്കുപ്പൻസിയാണ്. ആ രീതിയിലുള്ള പ്രോപ്പർട്ടി ടോട്ടലായിട്ട് 7.5 സെൻറ്റിൽ 2,700 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് കാര്യവട്ടത്തിനടുത്താണ്. കാര്യവട്ടം നമ്മുടെ കോളേജിൻ്റെ അതുവഴി വരുവാണെന്നുണ്ടെങ്കിൽ കുരിശടി ജംഗ്ഷൻ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയുക. LNCPയുടെ ആ മതിലിങ്ങനെ കഴിഞ്ഞ ഉടൻ വലത്തോട്ട് 4 മുക്കിലേക്ക് പോകുന്ന റോഡ്, ആ റോഡ് ഒരു 400 മീറ്റർ വരുമ്പോൾ വലത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയായി. ഇനി അതുപോലെ തന്നെ നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ഈസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് ഗേറ്റിൻ്റെ അടുത്തൂടെ കറങ്ങി വന്നു കഴിഞ്ഞാലും ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഏകദേശം 2 കിലോമീറ്ററിൽ അവിടെ നിന്ന് എത്തിച്ചേരാൻ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇവിടെ കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് കാണാം. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 4 നില വരേക്കും ചെയ്യാവുന്ന രീതിയിലുള്ള ഫൗണ്ടേഷനാണ് താഴെ തന്നെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് മേളിലേക്ക് ഇനി 1-2 നിലകൾ ഇറക്കി നമുക്ക് ആ രീതിയിൽ വാടകയ്ക്ക് കൊടുക്കാൻ താല്പര്യമുള്ള ഒരു കമേഴ്സ്യൽ പർപ്പസിന് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി പ്രയോജനപ്പെടുത്താം. ഇപ്പം നിലവിൽ താഴെ ഫാമിലി താമസിക്കുകയാണ്. ഇവിടെയും നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഈ കാണുന്ന ഒരു ലിവിങ് ഏരിയ, ഡൈനിങ് സ്പേസ്, കിച്ചണിലേക്ക് വരുമ്പോൾ ഫുള്ളായിട്ട് മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. അത്യാവശ്യം നല്ലൊരു ബാക്ക് യാർഡും ഉണ്ട്. ഇവിടെയുള്ള ആൾക്കാർക്കൊന്ന് വിത്തൗട്ട് ഫുഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ റെൻ്റ് ഉള്ളത് കേട്ടോ. നിങ്ങൾ ഫുഡും കൂടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അതായത് ഫുഡിൻ്റെ ക്യാഷും കൂടെ നമുക്ക് ഇവരുടെ ചാർജ് ചെയ്യാം. താഴത്തെ നിലയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 3 ബെഡ്റൂംസ് വരുന്നുണ്ട്. എല്ലാ ബെഡ്റൂംസിലും ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സെറ പോലുള്ള നല്ല ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം, എന്തായാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. അതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇതിലാണെങ്കിൽ ഇതുപോലെ വലിയൊരു കബോർഡും കാര്യങ്ങളും എല്ലാം കാണാൻ സാധിക്കും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മുടെ ഈ സ്റ്റെയർ ഇങ്ങനെ കയറി നേരെ മേളിൽ വരേക്കും വീണ്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് മേളിലോട്ട് ഇനി എത്ര നില ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സ്റ്റെയർ റൂം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. ഇൻ കേസ് ഒരു ലിഫ്റ്റ് വയ്ക്കണമെങ്കിൽ തന്നെ അതിന് നമുക്ക് ഇവിടെ സ്ഥലം കിട്ടും കേട്ടോ. മേളിലത്തെ നിലയിൽ നമുക്ക് നിലവിൽ ഈ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് ടോട്ടലായിട്ട് 5 റൂംസാണ്. അതുപോലെ ഇവിടെ നമുക്ക് ടോട്ടലായിട്ട് ഒരു 3 വാഷിംഗ് മെഷീൻ ഉണ്ട്. താഴത്തെ നിലയിലും ഇവിടെയുമായിട്ട്. ഇതെല്ലാം ഇവർക്ക് ഉപയോഗിക്കാനും വീട്ടുകാർക്ക് ഉപയോഗിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തെ റൂമുകളിലൊക്കെ AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫർണിച്ചർ അതെല്ലാം ഉൾപ്പെടെയാണ് നമ്മളിന്ന് വില പറയാൻ പോകുന്നത്. നമുക്ക് ഇപ്പോൾ 2 റൂം ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഒരു ഡബിൾ ഓക്കുപ്പൻസി റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. തൊട്ടടുത്തായിട്ടൊരു സിംഗിൾ ഓക്കുപ്പൻസി റൂം കൂടെ കാണിച്ചു തരാം. ഇതേ കണക്ക് നമുക്കൊരു 5 റൂംസാണ് ഈ ഒരു ഫ്ലോറിലുള്ളത്. ഇതിൽ ഒരു റൂമിൽ 3 പേര് താമസിക്കുന്ന റൂമും ഉണ്ട് കേട്ടോ. അവർക്കൊക്കെ ആണെങ്കിൽ പെർ ഹെഡ് 6,000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. വിത്തൗട്ട് ഫുഡ് ചാർജ് ചെയ്യുന്നത്. അവർക്ക് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ഫ്ലോർ ഈ രീതിയിലൊരു ടവർ റൂം കെട്ടിയാണ് നിർത്തിയിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും തൊട്ടടുത്തായിട്ട് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അതുപോലെ തന്നെ നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ഫേസുകളെല്ലാം വിസിബിലിറ്റി ഉണ്ട് കേട്ടോ. ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത്. നമുക്കിനി ഇവിടെ ഇനി ഒരു നിലയും കൂടെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതിന് മേളിലോട്ടുണ്ടെങ്കിൽ ചെയ്യാം. അത്രയ്ക്കും നമുക്കുള്ള ബേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം 2 ലക്ഷം രൂപയ്ക്ക് പുറത്ത് നമുക്ക് ഇതിൽ നിന്ന് വരുമാനമായിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് അല്ലാണ്ട് എപ്പോഴും വീടൊരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പല ആൾക്കാരും പറയാറുണ്ട്. ഇത് അങ്ങനെ അല്ലാണ്ട് അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്ന രീതിയിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഉദ്ദേശിക്കുന്ന വില 1,75 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് CCTV സർവൈലൻസ്, മേളിലും താഴെയായിട്ടുള്ള UPS, നമ്മുടെ ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. പിന്നെ വെള്ളത്തിനൊന്നും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുമില്ല. കിണർ തന്നെ 65 അടി താഴ്ചയിൽ കിണറെടുത്തിട്ടുണ്ട്. നമുക്ക് വാട്ടർ സ്റ്റോറേജിന് വേറെയും സ്പേസ് ഉണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്.